ഹലോ, നമസ്കാരം തിരുമേനി. ആ, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അല്ലേ? ഓക്കെ തിരുമേനി. സമയം ഓ ശരി തിരുമേനി, ഞാനൊരു തീരുമാനം എടുത്തിട്ട് തിരുമേനി അറിയിച്ചോളാം. തിരുമേനിയോട് നിശ്ചയത്തിനുള്ള സമയം നോക്കാൻ പറഞ്ഞിരുന്നു, അത് വിളിച്ചു പറഞ്ഞതാ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നടത്താം. 2 ദിവസവും നല്ല മുഹൂർത്താ. നമുക്ക് ഏതാണെന്ന് നല്ല സൗകര്യമുള്ള ദിവസം നോക്കിയാൽ മതിയല്ലോ. പത്മ, താൻ എന്തിനാ ഇതിനിത്ര തിരക്ക് പിടിക്കുന്നത്? വൈകിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ? പെൺകുട്ടികളുടെ കാര്യമാണ്, അത് കൃത്യമായ സമയത്ത് നടത്തണം. അതിലെന്താ തെറ്റ്? അല്ല, നമ്മുടെ അച്ഛനമ്മമാരും ചിന്തിച്ചത് അത് തന്നെയല്ലേ? ഞാൻ ഏട്ടനെ വിളിക്കാൻ നോക്കായിരുന്നു. അല്ല, തിരുമേനി ഇപ്പൊ വിളിച്ചു. ശനിയോ ഞായറാഴ്ചയോ നിശ്ചയം നടത്താൻ മുഹൂർത്തം ഉണ്ടെന്ന്. ശനിയോ ഞായറെന്ന് പറഞ്ഞാ അതിപ്പോ 3-4 ദിവസമല്ലേ ഉള്ളൂ. അത് ധാരാളമല്ലേ? എങ്കിൽ പിന്നെ സൺഡേ ചൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. നിങ്ങൾക്കും ഓഫീസ് അവധിയായിരിക്കും. ആരെങ്കിലും വരുന്നവർക്ക് സൺഡേ അല്ലേ നല്ലത്? എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. എല്ലാവരുടെയും താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. വിജയ് ആന്റി, പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനമാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ. അതെന്ത് സംസാരാ വിജയ്? തന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഒഴിവാക്കൂ? ആ, എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ്. അതിപ്പോ ഞാൻ എല്ലാ കാര്യത്തിനും അത്യാവശ്യമായിട്ടൊന്നുമല്ല. വേറൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഏതെങ്കിലും മൂലയിലുണ്ടാവും, അത്ര തന്നെ. മതി. അതെ, വേദയുടെയും രഞ്ജിത്തിന്റെയും നിശ്ചയം ഈ സൺഡേ തന്നെ നടത്താനാ തീരുമാനം. അത് ശരി, നിശ്ചയത്തിന്റെ ഡേറ്റും ആയോ? എല്ലാരും ഉണ്ടല്ലോ. രഞ്ജിത്ത്, വേദ, രണ്ടുപേരും ഇനി ഒളിച്ചും പാത്തും സംസാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കല്യാണമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എൻഗേജ്മെന്റ് ഈ ഞായറാഴ്ച തന്നെ. നിന്നെ പെട്ടെന്ന് കെട്ടിച്ചയക്കാൻ തീരുമാനിച്ചു. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? പ്രധാനപ്പെട്ട ആള് വന്നേ ഉള്ളൂ. എന്താ മോളെ, എന്തേലും മൂഡ് ഓഫ് ഉണ്ടോ? ഏയ് ഇല്ല ആന്റി. എനിക്കങ്ങനെ തോന്നി, അതാ ചോദിച്ചേ. പിന്നെ നിശ്ചയത്തിന്റെ കാര്യമൊക്കെ ഞാൻ കേട്ടു ആന്റി. നന്നായി. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിശ്ചയം മാത്രമേ പെട്ടെന്നുള്ളൂ. വിവാഹം നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് സാവധാനം മതി, അല്ലേ ഉദയ്? തീർച്ചയായും. പിന്നെ പത്മ, വിവാഹ നിശ്ചയം എങ്ങനെ നടത്താനാ നീ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഉടനെ തന്നെ വിവാഹമുണ്ട്. അതിന് എല്ലാവരെയും വിളിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ചെറിയ ചടങ്ങായിട്ട് നടത്തിയാ പോരെ? അതെ, അത് ഞാൻ ഏട്ടനോട് പറയാതിരിക്കായിരുന്നു. ഇതിപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വിളിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം. അതിന്റെയൊക്കെ കുറവുകളുടെ കണക്ക് തീർത്ത് നമുക്ക് വിവാഹത്തിന് പരിഹരിക്കാം. എന്താ? അല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പണം ചെലവഴിക്കുന്നതിൽ വലിയ പ്രയോജനമൊന്നുമില്ല.
അതെ അതെ. ദൈവത്തിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുക. ശരിയാ, അളിയന്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ എത്ര ലക്ഷങ്ങൾ മുടക്കി. പക്ഷെ അളിയ അവസാനം ചെയ്ത പണി കണ്ടില്ലേ? ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതെടുത്ത് എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. അതെ, നിശ്ചയത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. നാളെയോ മറ്റന്നാളോ ഒന്നും പറ്റില്ല. ഇന്നിപ്പോ ആരും ഓഫീസിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ച ദിവസാ. അപ്പോ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയാലോ? ഓ, ഇന്ന് തന്നെയോ? ആ, അതിനെന്താ, നമ്മളെല്ലാരും കൂടി ഇറങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പോവാം ആന്റി. എല്ലാരും കൂടി ഉള്ളപ്പോ അതൊരു രസമല്ലേ? നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിറങ്ങാം. അപ്പോഴേക്കും നല്ല സമയമാവും. അല്ല, ഇതിന് നല്ല സമയമൊക്കെ ഉണ്ടോ? ശ്ശോ, ഒരു ചടങ്ങിന്റെ കാര്യമാകുമ്പോ എല്ലാത്തിനും നല്ല സമയം നോക്കണം. പിന്നെ 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നതേ ഇവർക്കൊക്കെ ഒരുങ്ങി ഇറങ്ങാനുള്ള സമയം ഇല്ലല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, എല്ലാരും പോയി റെഡി ആയിക്കോ. ചെല്ല്, നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ആന്റി, എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താ മോനെ? നമുക്ക് എല്ലാവർക്കും കൂടി പോകാനാണല്ലോ തീരുമാനം. അപ്പൊ പിന്നെ എല്ലാവരും ആവണമെങ്കിൽ സൂര്യ വേണ്ടേ? സൂര്യയുടെ ഭാര്യ നന്ദിനി കൂടെ വേണ്ടേ? രഞ്ജിത്തിന് വേറെ പണിയൊന്നുമില്ലേ? ആ, ഏട്ടനും നന്ദിനി എവിടെ വന്നാലും അത് പ്രശ്നം. കമോൺ വേദ, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരില്ലേ? സൂര്യയും നന്ദിനിയും നമ്മുടെ കൂടെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. അവരൊന്നും വേണ്ട, അത് ശരിയാവില്ല. രഞ്ജിത്ത്, വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവരുടെ രീതികൾ രഞ്ജിത്തിന് അറിയില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എല്ലാരും ഒന്നിച്ചു പോണമെന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ചു തന്നെ ആയിരിക്കണം. വിവാഹ നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കും എടുക്കണം. എല്ലാവരും ഒന്നിച്ചു പോവുകയാണെങ്കിൽ അവരും ഉണ്ടാവണം.